ഇനി അടുത്തത് മാർച്ച് 2013 ചോദ്യങ്ങളാണ്. ABC ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ നാച്ചുറലി ഒക്കറിങ് പ്രോസസ്സസ് ആർ സ്പോണ്ടേനിയസ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും സബ് ക്വസ്റ്റ്യൻസ് കേട്ടോ. അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കാം. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയണേ ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ പാർട്ടിൽ ഗിവ് ദ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജീൻ്റെ ടേംസിലാണ്. അതായത് അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ G നെഗറ്റീവ് ആയാലാണ് പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുക. അപ്പോൾ അതാണ് എഴുതേണ്ടത്. ഫോർ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഡെൽറ്റ G ഈസ് നെഗറ്റീവ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടല്ലേ, 1 മാർക്കിൻ്റെ ചോദ്യം കേട്ടോ. അപ്പോൾ ഇത് എഴുതിയാൽ തന്നെ 1 മാർക്ക് കിട്ടി. ഇനി അടുത്തത് ബി പാർട്ടിൽ എക്സോതെർമിക് റിയാക്ഷൻസ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആർ സ്പോണ്ടേനിയസ് അറ്റ് ലോവർ ടെമ്പറേച്ചേഴ്സ്. ജസ്റ്റിഫൈ ഓൺ ദ ബേസിസ് ഓഫ് ഗിബ്സ് ഇക്വേഷൻ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ് ശ്രദ്ധിച്ച് വായിക്കാം. എക്സോതെർമിക് റിയാക്ഷൻ, അവിടെ നിന്ന് നമുക്ക് എന്ത് പിടിക്കാം? ΔH നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം അല്ലേ. എക്സോതെർമിക് റിയാക്ഷൻസിന് ΔH നെഗറ്റീവും എൻഡോതെർമിക് റിയാക്ഷൻസിന് ΔH പോസിറ്റീവാണ്. സോ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞതിലൂടെ തന്നെ ΔH നെഗറ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔS നെഗറ്റീവാണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔS പോസിറ്റീവും, ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ΔS നെഗറ്റീവും. അപ്പോൾ ΔH നെഗറ്റീവും ΔS നെഗറ്റീവാണ്. ലോവർ ടെമ്പറേച്ചർ, അപ്പോൾ Tയും ഒരു ലോവർ ടെമ്പറേച്ചറിലാണ്, വിച്ച് മീൻസ് അതും ഒരു നെഗറ്റീവ് ആയിട്ട് നിൽക്കുകയാണ്. നെഗറ്റീവ് ടെമ്പറേച്ചർ ഇല്ല, അതും ലോവർ ടെമ്പറേച്ചറിലാണ്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഗിബ്സ് ഇക്വേഷൻ എഴുതുക. അതായത് ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T ΔS. ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T ΔS. ഇതിൽ ΔH നെഗറ്റീവാണ്, ΔS നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു ടേം പോസിറ്റീവായി, ഈ ഒരു ടേം ഈ ΔH എന്ന് പറയുന്നത് നെഗറ്റീവായി. അപ്പോൾ T എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചറിലുമാണ്. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ കുറവാണ് അല്ലേ. ΔHനെ കമ്പയർ ചെയ്ത് T ΔSൻ്റെ വാല്യൂ ഇസ് ലെസ്സർ ദാൻ ΔH. അതുകൊണ്ട് തന്നെ ΔG എന്തായിരിക്കും? നെഗറ്റീവായി മാറും അല്ലേ. നെഗറ്റീവ് ΔH, അതായത് ΔHൻ്റെ വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ T ΔS. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവും? ΔH എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ΔGക്കും കിട്ടുക. ഹിയർ ΔH is negative, ΔS is also negative. So according to Gibbs equation, ΔG is equal to ΔH minus T ΔS. അപ്പോൾ ΔG becomes negative only when, നമുക്കറിയാം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ΔG നെഗറ്റീവ് ആവണമെങ്കിൽ T ΔS ലെസ്സർ ദാൻ ΔH ആവണം, അതായത് അറ്റ് ലോ ടെമ്പറേച്ചർ. അപ്പോൾ അതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. അതുകൊണ്ട് ΔG നെഗറ്റീവായി. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ് കൃത്യമായിട്ട് വായിക്കുക ഈ ചാപ്റ്ററിൽ. ഓക്കെ, ഇനി അടുത്തത് സി പാർട്ടിൽ ഫൈൻഡ് ദ ടെമ്പറേച്ചർ അബവ് വിച്ച് ദ റിയാക്ഷൻ തന്നിട്ടുണ്ട് ബിക്കം സ്പോണ്ടേനിയസ്. ΔRH0 തന്നിട്ടുണ്ട്, ΔRS0 തന്നിട്ട്, T കണ്ടുപിടിക്കാനാണ് പറയണത്. റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവാൻ വേണ്ടിയിട്ട് എത്ര ടെമ്പറേച്ചറിൻ്റെ മേലെ ആവണം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എത്ര ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിൽ എത്രയും നോക്കാം. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന ഡേറ്റ് ആദ്യം എഴുതാം കേട്ടോ. അതായത് ΔRS0 ΔRH0 എഴുതുക, റിയാക്ഷൻ എഴുതാം. അപ്പോൾ എന്നിട്ട് ഇക്വിലിബ്രിയത്തിൽ ΔRG0 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ എഴുതാം, ഗിബ്സ് ഇക്വേഷൻ എഴുതാം. ΔRG0 is equal to ΔRH0 minus T ΔRS0. 0 is equal to ΔRH0 minus T ΔRS0. ഇക്വിലിബ്രിയത്തിലെ ടെമ്പറേച്ചറാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മൈനസ് T ΔRS0നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ΔRH0 is equal to T ΔRS0 എന്നാവും. അങ്ങനെ ആയി കഴിഞ്ഞാൽ ടീനെ മാത്രം ആയിട്ട് റൈറ്റിലേക്ക് വയ്ക്കുക, ബാക്കിയെല്ലാം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ ΔRH0 ബൈ ΔRS0 എന്നാവും. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2474.74 കെൽവിൻ കിട്ടും. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്. ഈ ടെമ്പറേച്ചറിൻ്റെ മേലെ ആയാലാണ് എന്തുണ്ടാവുക? റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുക. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം നോക്കുക, ΔRH0 പോസിറ്റീവാണ്, ΔRS0 പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ΔRH0 പോസിറ്റീവാണ്, ΔRH0 പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ ഈ ഒരു ടേം മൊത്തത്തിൽ പോസിറ്റീവും ഈ ഒരു ടേം മൊത്തത്തിൽ നെഗറ്റീവാണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലല്ലേ ΔR നമുക്ക് നെഗറ്റീവായി കിട്ടുള്ളൂ. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വാല്യൂ കൂടും അല്ലേ. അങ്ങനെ മാത്രമേ നമുക്ക് ΔG നെഗറ്റീവായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ΔG നെഗറ്റീവായി കിട്ടിയാലേ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എബവ് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കണം അല്ലേ, T അറ്റ് ഹയർ ടെമ്പറേച്ചർ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതലും അല്ലേ. സോ എബവ് ദിസ്
എന്താ പറയുക 2474.74 കെൽവിൻ ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. മനസ്സിലായല്ലോ ലോജിക്ക്? ഒന്നും കൂടി കേൾക്കുക മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് സെപ്റ്റംബർ 2012 ചോദിച്ചതാണ്. കൺസ്ട്രക്ട് ആൻ എൻതാൽപ്പി ഡയഗ്രാം ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ലാറ്റിസ് എൻതാൽപ്പി ഓഫ് സോഡിയം ക്ലോറൈഡ്. അത് ഞാൻ വീണ്ടും എഴുതണില്ല. NaCl നമ്മളിങ്ങനെ Na+12Cl2 അങ്ങനെ പറഞ്ഞ രീതിയില്ലേ, അതാണ് സംഭവം. എൻ്റെ ചാപ്റ്റർ ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാപ്റ്ററിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ സെയിം സംഭവം തന്നെ ഇവിടെ എഴുതുക. ഫുള്ളായിട്ട് എല്ലാ സ്റ്റെപ്പിൻ്റെയും എഴുതണം. ഓക്കെ, സബ്ലിമേഷൻ, എൻതാൽപ്പിയും അങ്ങനെ ഓരോന്നിൻ്റെയും എഴുതണം. ഇനി ബി പാർട്ടിൽ ചോദിച്ചിരുന്നത് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് റിയാക്ഷൻ ആർ ഗിവൺ. തന്നുണ്ട്, ഡെൽറ്റ-Hഉം തന്നുണ്ട്, അപ്പോൾ അതെടുത്ത് എഴുതുക. പിന്നെ പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി ഓഫ് റിയാക്ഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി ആട്ടോ, സോറി, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതിന് 2 മാർക്ക്. അതായത് തന്നിരിക്കുന്നത് ഏതാ, ഡെൽറ്റ-H തന്നിട്ടുണ്ട് 40.63 കിലോ ജൂൾ പെർ മോളാണ്. അതിന് ജൂളാക്കി, അപ്പോൾ ഇതിൻ്റെ 10⁻³ ആ പോയിൻറ്റ് മാറ്റിയിട്ട് ഇട്ടതാണ്. പിന്നെ ഡെൽറ്റ-S തന്നിട്ടുണ്ട് ജൂൾ പെർ കെൽവിൻ പെർ മോളിലാണ്. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ഡിഗ്രി സെൽഷ്യസിലാണ്, ആ കെൽവിനാക്കി മാറ്റുക. കെൽവിനാക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഡിഗ്രി സെൽഷ്യസിനെ +273 കൊടുക്കുക, അപ്പോൾ 300 കെൽവിൻ കിട്ടി. ഇനി നമുക്ക് ഗിബ്സ് ഇക്വേഷൻ അറിയാം. ഫീസിബിലിറ്റി, പ്രെഡിക്റ്റ് ദ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ, നോൺ സ്പോണ്ടേനിയസ് ആണോ, ഇക്വിലിബ്രിയത്തിലാണോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കണേ. അതാണ് ഫീസിബിലിറ്റീനെ ഉദ്ദേശിക്കണേ. ഓക്കെ, അപ്പോൾ ഗിബ്സ് ഇക്വേഷൻ ഏതാ, ΔG = ΔH - T ΔS. അങ്ങനെ എഴുതി കഴിയുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് ΔG കിട്ടുന്നത്. അപ്പോൾ ΔG പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്തറിയാം, ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും അറ്റ് ദിസ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ ആ പ്രോസസ്സ് നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് കിട്ടി. അതാണ് അതിൻ്റെ ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തത് 24th ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ വിത്ത് ആൻ എക്സാമ്പിൾ. സെയിം ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റേഷനാണ്. ഹെസ്സസ് ലോ പറയാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് എൻതാൽപ്പി ഡയഗ്രാം ഓഫ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻ. അത് പുതിയതാണ്, അത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇതാണ് എക്സോതെർമിക് റിയാക്ഷൻ്റെയും എൻഡോതെർമിക് റിയാക്ഷൻ്റെയും എൻതാൽപ്പി ഡയഗ്രാം. ഓക്കെ, ഇനി മാർച്ച് 2012 ചോദ്യങ്ങൾ നോക്കാം. തെർമോഡൈനാമിക്സ് ഡീൽസ് വിത്ത് എനർജി ചേഞ്ചസ് ഓഫ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. കൺസിഡർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് വെസൽ. ടു വിച്ച് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം ഡസ് ഇറ്റ് ബിലോങ്? ക്ലോസ് ചെയ്തിട്ടുള്ള ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വെസൽ, അതായത് ഹീറ്റ് എനർജി പാസ് ചെയ്യണില്ല. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റത്തിലാണ് പെടുക? അഡിയാബാറ്റിക് സിസ്റ്റം. ഇനി സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഏത് ഡെഫിനേഷൻ വേണമെങ്കിലും ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. പിന്നെ ചോദിച്ചിരുന്നത് 3 mole of an ideal gas at 1.5 atm and 25 degrees Celsius expands isothermally in a reversible manner to twice its volume against an external pressure of 1 atm. So calculate the work done. തന്നിട്ടുണ്ട്, 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൽ കുറേ ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഏതാ, ഗിവൺ നമ്പർ ഓഫ് മോൾസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് n = 3 mole. പിന്നെ ഐഡിയൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ പ്രഷർ തന്നിട്ടുണ്ട് 1.5 atm. അത് നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല, എന്നാലും അവിടെ ഇരുന്നോട്ടെ. ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 25 ഡിഗ്രി സെൽഷ്യസ്. അതിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 273 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 298 കെൽവിൻ എന്ന് കിട്ടും. ഇറ്റ് എക്സ്പാൻസ് ഐസോതെർമലി. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ റിവേഴ്സിബിൾ മാനർ ടു ട്വൈസ് ഇറ്റ്സ് വോളിയം, അതായത് V1 V ആണെങ്കിൽ അല്ലെങ്കിൽ Z ആണെന്ന് എടുക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ആൻസറിൽ അങ്ങനെയാണ് ഇതിനെ. അപ്പോൾ V1 Z ആണെന്ന് എടുക്കുക. നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, Xോ Vയോ Zോ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ V1 എന്ന് പറയുന്നത് Z-ഉം V2 എന്ന് പറയുന്നത് 2Z ആയി. കാരണം ഇറ്റ് ഈസ് ട്വൈസ് ദ വോളിയം. ഓക്കെ, ഇനീഷ്യലി ഉണ്ടായിരുന്നതിനെക്കാട്ടും 2 ഇരട്ടിയായി V2. അപ്പോൾ V1 Z-ഉം V2 2Z ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കാം. എക്സ്റ്റേണൽ പ്രഷർ 1 atm. അതിൻ്റെ ആവശ്യമില്ല, എന്നാലും നോക്കാം. സോ കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. 6 തന്നിട്ടുണ്ട്, 6ൻ്റെ വാല്യൂ എടുത്ത് എഴുതാം. അപ്പോൾ ഒരു ഐസോതെർമൽ റിവേഴ്സബിൾ എക്സ്പാൻഷനാണ് ഇവിടെ നടക്കുന്നത്. വോളിയം ഡബിളായി, അതായത് എക്സ്പാൻഡായി. ഓക്കെ, അപ്പോൾ ഐസോതെർമൽ റിവേഴ്സബിൾ എക്സ്പാൻഷൻ്റെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W എക്സ്പാൻഷനസ് -2.303 nRT log V2/V1 ആണ്. അതിന് വേണ്ടിയിട്ടാണ് ഐസോതെർമലി റിവേഴ്സബിൾ മാനർ ട്വൈസ് ഇറ്റ്സ് വോളിയം ദാൻ ദി ഇനീഷ്യൽ എന്നൊക്കെ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എക്സ്പാൻഷൻ നടന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഐസോതെർമൽ റിവേഴ്സിബിൾ എക്സ്പാൻഷന് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ -2.303 nRT log V2/V1 ആണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ W എക്സ്പാൻഷൻ കിട്ടും. ആ W എക്സ്പാൻഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി ഒക്ടോബർ 2011 ചോദിച്ചതാണ്. A spontaneous process is an irreversible process and may
ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി. ഓക്കെ, നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഏജൻസിയുടെ സഹായം ഇല്ലാണ്ട് നടക്കുന്ന പ്രോസസ്സാണ് സ്പോണ്ടേനിയസ്, റിവേഴ്സബിൾ ആണ്. ഓക്കെ, റിവേഴ്സ് ചെയ്യണമെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഏജൻസി വരണം. അപ്പോൾ ഡിക്രീസ് ഇൻ എൻട്രോപ്പി ഈസ് ദി ഓൺലി ക്രൈറ്റീരിയൻ ഫോർ സ്പോണ്ടേനിറ്റി. ഡു യു എഗ്രി? വൈ? അല്ല, എത്ര നേരമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ? ഡിക്രീസ് ഇൻ എൻട്രോപ്പി അല്ല സ്പോണ്ടേനിറ്റിയുടെ ക്രൈറ്റീരിയൻ, ഡെൽറ്റ ജി ആണ്. അപ്പോൾ എന്താ പറയുക, ഡു യു എഗ്രി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോ. വൈ? അതിൻ്റെ റീസൺ പറയാം. ഡിക്രീസ് ഇൻ എൻട്രോപ്പി അലോൺ കണ്ണോട്ട് പ്രെഡിക്റ്റ് ദ സ്പോണ്ടേനിറ്റി ഓഫ് എ പ്രോസസ്. ഇഫ് ഡ്യൂറിങ് എ പ്രോസസ് ദ എൻതാൽപ്പി ഓഫ് സിസ്റ്റം ഡിക്രീസസ്, എൻട്രോപ്പി ഇൻക്രീസസ് ആൻഡ് ദ പ്രോസസ് ഇസ് സ്പോണ്ടേനിയസ്. ഓർ ഡിക്രീസ് ഇൻ ഗിബ്സ് എനർജി ഡിറ്റർമിൻ സ്പോണ്ടേനിറ്റി. നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. അതായത് ഇത്രയും മീൻ ചെയ്യേണ്ടു, അതിൽ നിന്ന് ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എൻട്രോപ്പി ഡിക്രീസ് എന്ന് മാത്രമല്ല നമ്മൾ സ്പോണ്ടേനിയസ് ആണോ, ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. ഡെൽറ്റ ജി ആണ് മെയിനായിട്ട് സ്പോണ്ടേനിറ്റീനെ എന്താ പറയുക, സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി തരിക. ആ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം, എന്നാലേ ആ പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആവുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത പറഞ്ഞത് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഫോർ എ റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എന്നെ തന്നിട്ടുണ്ട് 1 മോളാ തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ. വീണ്ടും ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ വോള്യൂം തന്നിട്ടുണ്ട് 10 ഡെസിമീറ്റർ ക്യൂബിൽ നിന്ന് വോള്യൂം 20 ഡെസിമീറ്റർ ക്യൂബായി. അപ്പോൾ എക്സ്പാൻഷൻ നടന്നുണ്ട് എന്തായാലും. അപ്പോൾ V1 10 ആണെങ്കിൽ V2 20. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ്സ് മാറ്റണ്ട, കാരണം എന്താ വെച്ചാൽ ഡിവിഷനാണ്. അപ്പോൾ യൂണിറ്റ്സ് കട്ടായി പോവും. ഓക്കെ, അപ്പോൾ നീ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണ്, അതിനെ കെൽവിനാക്കി മാറ്റുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ W എക്സ്പാൻഷൻ ഇക്വേഷനിൽ കൊണ്ടിടുക. -2.303 nRT log V2/V1 കൊണ്ടിട്ടാൽ W എക്സ്പാൻഷന് ഒരു വാല്യൂ കിട്ടും. ഇനി അടുത്തത് മാർച്ച് 2011 ചോദിച്ചതാണ് കേട്ടോ. The spontaneity of a process is expressed in terms of change in Gibbs energy. What is meant by change in Gibbs energy of a system? ഒരു പ്രോസസ്സിൻ്റെ സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞാൽ ഗിബ്സ് എനർജി ചേഞ്ചിലാണ് ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഗിബ്സ് എനർജി ചേഞ്ച് എന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഇസ് മാക്സിമം എമൗണ്ട് ഓഫ് അവൈലബിൾ എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു യൂസ്ഫുൾ വർക്ക്. അപ്പോൾ ഡെൽറ്റ ജി എന്ന് പറയുന്നത് G2 - G1. അതും കൂടി എഴുതുക. ഓക്കെ, എന്തിനെങ്കിലും ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതുക കേട്ടോ. ഇനി ഹൗ ഇസ് ഇറ്റ് റിലേറ്റഡ് ടു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം? എങ്ങനെയാണത് ഡെൽറ്റ എച്ചിനും എസിനും റിലേറ്റഡ് എന്ന് ചോദിക്കണേ. അപ്പോൾ G is equal to H - T എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡെൽറ്റ G is equal to ഡെൽറ്റ H - T ഡെൽറ്റ എസ് എന്ന് എഴുതാം. ഇനി ഹൗ ഇസ് ഇറ്റ് യൂസ്ഫുൾ ഇൻ പ്രെഡിക്റ്റിംഗ് ദ ഫീസിബിലിറ്റി ഓഫ് എ പ്രോസസ്സ്? ഒരു പ്രോസസ്സ് ഫീസിബിൾ ആണോ അല്ലയോ, അതായത് ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ്? ഡെൽറ്റ ജി നെഗറ്റീവായ സ്പോണ്ടേനിയസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഡെൽറ്റ ജി നെഗറ്റീവായ സ്പോണ്ടേനിയസ് ആണ്, പോസിറ്റീവായ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനിയിപ്പോൾ അത് 0 ആയാൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇനി അടുത്തത് സെപ്റ്റംബർ 2010 ചോദിച്ച ചോദ്യങ്ങളാണ്. ലാറ്റിസ് എൻതാൽപ്പി ഓഫ് എൻ അയണിക് സോൾട്ട് ഇസ് എ ഫാക്ടർ ദാറ്റ് ഡിറ്റർമിൻസ് ഇറ്റ്സ് സ്റ്റെബിലിറ്റി. അതായത് അയണിക് സോൾട്ടിൻ്റെ ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ എന്താണ് ഈ ലാറ്റിസ് എൻതാൽപ്പി? ഇറ്റ് ഈസ് ദി എൻതാൽപ്പി ചേഞ്ച് വെൻ 1 mole ഓഫ് എൻ അയണിക് കമ്പൗണ്ട് ഡിസോസിയേറ്റ്സ് ഇൻ ടു ഗേഷ്യസ് അയോൺസ്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഡെഫിനേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ബോൺ-ഹേബർ സൈക്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. NaClൻ്റെ ലാറ്റിസ് എൻതാൽപ്പി കാൽക്കുലേഷൻ ബേസ് ചെയ്തിട്ട് അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല, അതും കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക നല്ലോണം. ഇനി അടുത്ത മാർച്ച് 2010 ചോദിച്ചതാണേ. A system in thermodynamics refers to that part of universe in which observations are made. What do you mean by an isolated system? Give an example. എന്താണ് isolated system? A system which cannot exchange both energy and matter with the surrounding. ഒരു എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞാൽ ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ തെർമോഫ്ലാസ്ക്. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ അടക്കം പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. പിന്നെ എന്താണ് ഇൻറ്റൻസീവ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാർച്ച് 2009 ചോദിച്ച ചോദ്യങ്ങളാണ്. സ്റ്റേറ്റ് ഹാസ് എ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേണു. അപ്പോൾ അത് പഠിച്ചു വയ്ക്കാം. പിന്നെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട് ഒരു റിയാക്ഷൻ്റെ. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? T തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു 2.303 RT log K. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് -4014.58 J/mol എന്ന് കിട്ടും. ഇനി അടുത്തത് ലാസ്റ്റ് ഫെബ്രുവരി 2008 ചോദിച്ച ചോദ്യമാണ്. സം പ്രോപ്പർട്ടീസ് ആർ സ്റ്റേറ്റ് ഫങ്ഷൻസ്. Q and W are not state functions, but W plus Q is a state function. Why? അതായത് ചില പ്രോപ്പർട്ടീസ് സ്റ്റേറ്റ് ഫങ്ഷൻസ് ഉള്ളവരാണ്. അതിൽ W സ്റ്റേറ്റ് ഫങ്ഷൻ അല്ല, Qവും സ്റ്റേറ്റ് ഫങ്ഷൻ അല്ല, പക്ഷെ അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ഫങ്ഷനാണ്. എന്തുകൊണ്ടാണ് നോക്കാം, നല്ലൊരു ചോദ്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ
W പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം എന്താണ് ഡെൽറ്റ യു ആണ് അല്ലേ. ഡെൽറ്റ യു ഇസിക്വൽ ടു W പ്ലസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ പ്ലസ് W. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ് അല്ലേ. ഇൻറ്റേർണൽ എനർജി ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. അതുകൊണ്ടാണ് ക്യൂ പ്ലസ് W വരുമ്പോൾ അത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആവണതും ക്യൂ W സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത് സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആവാത്തതും. ഓക്കെ, ഇനി വാട്ട് ഡു യു മീൻ ബൈ സേയിങ് ദാറ്റ് പ്രഷർ ഇസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? പ്രഷർ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളവരോട് നിങ്ങൾ എന്താണ് പറയണത്? അതിൽ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷൻ ഇട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് പ്രഷർ ഓഫ് എ സിസ്റ്റം ഡസ് നോട്ട് ചേഞ്ച് വെൻ ദ സിസ്റ്റം ഇസ് ഡിവൈഡഡ്, സോ ഇറ്റ് ഇസ് എൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഇനി സി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ഇഫ് 100 kJ ഓഫ് എനർജി ഇസ് റേഡിയേറ്റഡ് ഔട്ട് ബൈ ഡൂയിങ് എ വർക്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുക. ഡെൽറ്റ യു ആണ് ചോദിക്കണേ. ഇത് തന്നിട്ടുണ്ട്, ഡെൽറ്റ ക്യൂ തന്നിട്ടുണ്ട്. ക്യൂ റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാണ്. അപ്പോൾ റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യണമെന്ന് അർത്ഥം. അപ്പോൾ ക്യൂ നെഗറ്റീവ് വാല്യൂ ആണ്. വർക്ക് ഡൺ 0 ആണ്, വിത്തൗട്ട് ഡൂയിങ് എനി വർക്ക് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഡെൽറ്റ യു ഇസിക്വൽ ടു ക്യൂ പ്ലസ് W മൈനസ് 100 പ്ലസ് 0, അപ്പോൾ മൈനസ് 100 kJ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.